ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം ബിജെപി ആയുധമാക്കുന്നതിൽ വിമർശനവുമായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ടൂറിസം മേഖലയെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് ഏജൻസിയാണെന്നും റിയാസ് പറഞ്ഞു. ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പ്രയാസം സൃഷ്ടിക്കരുത്. രാഷ്ട്രീയമായി ഇപ്പോൾ മന്ത്രിയെയോ ഗവൺമെന്റിനെയോ ഒക്കെ ആക്രമിക്കുന്ന രീതി അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് ടൂറിസം ഇൻഡസ്ട്രിയെയും ടൂറിസം മേഖലയും ബാധിക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇന്നലെ ഇപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ ഒരു വലിയ ഭൂരിപക്ഷം മീഡിയകൾ ഇതൊരു വലിയ ചർച്ചയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരേണ്ട ടൂറിസ്റ്റുകൾ ഇവിടെ എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ് എന്ന ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ദയവേത് ഇത്തരം പ്രചരണങ്ങളൊന്നും ആളുകൾ പുറകോട്ട് പോകും. അതിനിടെ ജ്യോതി മൽഹോത്ര വാഗ അതിർത്തി കടക്കുന്നതും ഹരിയാന ബിജെപി എന്ന് പറയുന്ന ദൃശ്യങ്ങളും ചർച്ചയാക്കുകയാണ് ഇടത് സൈബറുകൾ. വി അരുൺ ചേരുന്നു. അരുൺ, വലിയ രീതിയിലുള്ള വിമർശനം ടൂറിസം മന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉയരുകയും അത് ചർച്ചയും ചെയ്ത സാഹചര്യം, അത് മന്ത്രിയുടെ വിശദീകരണം അപ്പുറത്തേക്ക് കൂടി ഒരു സൈബർ ഇടത്തിൽ കൂടി പ്രതിരോധിക്കുകയാണോ? ഇതിനകത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങൾ. ഏത് തരത്തിലാണ് ജ്യോതി മൽഹോത്ര വിവാദം ചർച്ചയാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ? അപർണ, ബിജെപിയും പി വി അൻവറുമാണ് ഈ വിഷയത്തിൽ സർക്കാരിനെയും മുഹമ്മദ് റിയാസിനെയും ശക്തമായി വിമർശിച്ചും കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികൾ അല്പസമയം പുറത്തു വന്നിരുന്നു. ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ടൂറിസം മന്ത്രിയോ ടൂറിസം വകുപ്പിനെയോ പ്രതിപക്ഷം കുറ്റപ്പെടുത്തില്ല. കാരണം അവരോട് വരുമ്പോൾ അത്തരമൊരു ചാര പ്രവൃത്തി ചെയ്ത ആളായിട്ടല്ല അവർ ഇവിടേക്ക് വരുന്നത്. അതിനുശേഷം അങ്ങനെ ഒരാൾ വന്നാൽ എന്തു ചെയ്യും? അത് ഞങ്ങളും പല ആളുകൾക്ക് നിന്ന് ചിത്രങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരാൾ വന്നുപോയാൽ ചാര പ്രവൃത്തി ചെയ്യുന്ന ആളെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ സർക്കാർ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ടൂറിസം മന്ത്രിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ബിജെപി തുടക്കം മുതൽ ഇത് സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെതിരെ ഉപയോഗിക്കുകയാണ്. കാരണം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണ്. അതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ബിജെപിയും ഇന്നലെ പോലീസ് മേധാവിയെ കണ്ട പി വി അൻവറും ഒക്കെ ഉയർത്തുന്നത്. ഇത് മന്ത്രിക്കും സർക്കാരിന്റെ വിമർശനങ്ങളെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരള ടൂറിസത്തെ തകർക്കുന്ന ഒരു നീക്കമായാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. ഇന്നലെ മുതൽ ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് ഈ ജ്യോതി മൽഹോത്ര ഇവിടേക്ക് വന്നതും അതിന് സർക്കാർ സഹായം ചെയ്തു തരത്തിലുള്ള വിമർശനങ്ങളും. അത് കേരള ടൂറിസത്തെ തകർക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഇതിൽ പിന്നിലെന്ന വിമർശനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉയർത്തുന്നത്. ഏതായാലും ഇന്ന് പുറത്തു വന്ന ഒരു ദൃശ്യത്തിലുള്ളത് ജ്യോതി മൽഹോത്ര വാഗ അതിർത്തി വഴി ഇന്ത്യൻ അതിർത്തി പിന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ്. അവിടെ പരിശോധിക്കുമ്പോൾ ഹരിയാന ബിജെപി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിചയപ്പെടുത്തുന്നു. ആ ദൃശ്യങ്ങളും ഇപ്പോൾ CPM സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് അവർ വാഗ അതിർത്തി കടന്നു പോകുമ്പോഴും പരിചയപ്പെടുത്തുന്ന ബിജെപിയുടെ ഹരിയാന ബിജെപിയിൽ നിന്നുള്ള ആളാണ്, അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള ആളാണെന്നൊരു പ്രതികരണം ജ്യോതി മൽഹോത്ര നടത്തുന്നുണ്ട്. അതിനുശേഷം അവർ അവിടെ പോയി പാകിസ്ഥാനിൽ പോയി നടത്തുന്ന വ്ളോഗിങ്ങും ഒക്കെ അതിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ വിവാദം പൂർണ്ണമായും കേരള ടൂറിസത്തിന് എതിരായി മാറുന്നു എന്നൊരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് ടൂറിസം മന്ത്രി ഇന്ന് മുന്നോട്ട് വച്ചത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ടൂറിസം വകുപ്പിനും മന്ത്രിക്കുമുണ്ട്. എന്നാൽ ബിജെപി ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളെ, ഒരു ചാരപ്രവർത്തനം നടത്തിയ ആളെ ബോധപൂർവം ടൂറിസം മന്ത്രിയും വകുപ്പും ഇവിടെ കൊണ്ടുവന്നു എന്ന തരത്തിലുള്ള പ്രചരണവും വിമർശനവുമാണ് ബിജെപി കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. വി അരുൺ വിവരങ്ങൾ.